Let's take a look at Davison and Germer experiment. This is an experiment that confirms the existence of de Broglie waves. So, what are de Broglie waves? A moving particle is associated with a wave. This wave is known as matter wave or de Broglie wave. And the de Broglie wavelength lambda is equal to h by p, where h is the Planck's constant, p is the momentum. French scientist Louis de Broglie proposed this characteristic in 1924. എല്ലാ മൂവിങ് പാർട്ടിക്കിളിനെയും അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ടായിരിക്കും. ഈ വേവിന് പറയുന്ന പേരാണ് de Broglie wave. The wave nature of electrons was first experimentally verified by C.J. Davison and L.S. Germer in 1927 and independently by G.P. Thomson. All three received Nobel Prize for their work. Let's take a look at the experimental setup. It has an electron accelerator, a collimator, a target and a detector. ഇവിടെ നമുക്ക് ഒരു ഫിലമെൻറ്റ് എഫ് കാണാം. ഈ എഫിനെ ഒരു ലോ ടെൻഷൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഫിലമെൻറ്റ് എഫിനെ ബേരിയം ഓർ തോറിയം ഓക്സൈഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഫിലമെൻറ്റ് ചൂടാവുകയും ഈ ഫിലമെൻറ്റിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൺവേർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ബീമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്. ഈ ആക്സിലറേറ്ററിനെ ഒരു ഹൈ ടെൻഷൻ ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ആക്സിലറേറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ബീം ഒരു നിക്കൽ ടാർജറ്റിൽ ചെന്ന് ഹിറ്റ് ചെയ്യും. ഈ ഹിറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ് മൂവബിൾ കളക്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മൂവബിൾ കളക്ടറിനെ ഒരു ഗാൽവനോമീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രോൺ വന്ന് വീഴുമ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ കറണ്ടിന് ഒരു പർട്ടിക്കുലർ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് കാണും. അപ്പോൾ ഈ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് 44 തൊട്ട് അബൌട്ട് 68 വരെ നമ്മൾ വേരി ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടത് ഒരു 54 എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ വോൾട്ടേജിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ബീം ഹൈ ആയിട്ട് കണ്ടു. അത് 50 ഡിഗ്രി ഓഫ് ആംഗിളിലാണ്. ഈ തീറ്റ 50 ഡിഗ്രി ആയപ്പോഴാണ് ഈ ഒരു പീക്ക് ഇൻ ഇൻറ്റൻസിറ്റി കണ്ടത്. According to classical physics, electrons emerge in all directions with less dependence of intensity and they verified it. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എയർ എക്സ്പെരിമെൻറ്റിനകത്തോട്ട് എൻ്റർ ചെയ്യുകയും, കാരണം ഇത് വാക്വം ചേമ്പറിലാണല്ലോ എക്സ്പെരിമെൻറ്റിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, അതിനകത്തോട്ട് എയർ എൻ്റർ ചെയ്യുകയും ഈ മെറ്റൽ ടാർജറ്റിനെ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഓക്സിഡേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരിതിനെ ഓവനിൽ ബേക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് വേരിയേഷൻ ഓഫ് സ്കാറ്റേർഡ് ഇലക്ട്രോണിന് പകരം ഡിസ്റ്റിങ്ക്റ്റ് മാക്സിമ ആൻഡ് മിനിമ അപ്പിയർ ചെയ്തു. ഈ പീക്ക് ഇൻ ഇൻറ്റൻസിറ്റിക്ക് കാരണം അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്നുകൊണ്ടാണ്. ഈ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അതിന് കാരണം വേവ് നേച്ചറാണ്. ഈ നിക്കൽ ക്രിസ്റ്റലിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പല ഇൻഡിവിജ്വൽ ക്രിസ്റ്റൽസ് ഒരു ലാർജ് സിംഗിൾ ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം കാണാൻ സാധിച്ചത്. From this experiment, we can derive the below observations. We obtain the variation of the intensity of the scattered electrons by changing the angle of scattering. By changing the accelerating potential difference, the accelerated voltage was varied from 44 volt to 68 volt. With the intensity of the scattered electron for an accelerating voltage of 54 volt at a scattering angle theta is equal to 50 degree, we could see a strong peak in the intensity. This peak was the result of the constructive interference of the electrons scattered from different layers of the regularly spaced atoms of the crystals. With the help of the electron diffraction, the wavelength of matter waves was calculated to be 0.165 നാനോമീറ്റർ. ഇനി നമുക്കിതിൻ്റെ വേരിഫിക്കേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ബ്രാഗ്സ് ഇക്വേഷൻ ഫോർ മാക്സിമം ഡിഫ്രാക്ഷൻ n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. ഇവിടെ എൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ d എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ്സ് തമ്മിലുള്ള അകലാണ്. ഇവിടെ നിക്കൽ ക്രിസ്റ്റൽ ആയതുകൊണ്ട് ഡിയുടെ വാല്യൂ 0.091 നാനോമീറ്റർ ആണ്.
തീറ്റയുടെ വാല്യൂ 65 ആണ്. അതായത് ആംഗുലർ സ്കാറ്ററിങ് 50 ഡിഗ്രിയാണ്. അപ്പോൾ 180 മൈനസ് 50 130 ഡിഗ്രിയാണ്. 130 ഡിഗ്രിയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ 0.165 നാനോമീറ്റർ ആണ് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. അനുസരിച്ച് ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ്. അതുപോലെ എം വിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് √2m/ke ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 × 10⁻⁻24 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അത് ലാംഡയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 0.166. അപ്പോൾ നമുക്ക് തിയറിറ്റിക്കലി കിട്ടിയിരിക്കുന്ന വാല്യൂ എക്സ്പെരിമെൻ്റലി കിട്ടിയിരിക്കുന്ന വാല്യൂ സിമിലർ ആയിട്ട് കാണാം. ഹെൻസ് ഇറ്റ് അഗ്രീസ് വിത്ത് ദ ഒബ്സർവ്ഡ് വേവ് ലെങ്ത് ഓഫ് 0.165 നാനോമീറ്റർ. Therefore, Davison and Germer experiment verifies de Broglie hypothesis. Thank you.